എല്ലാ സ്ഥലത്തും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളാണല്ലേ. പല സ്ഥലങ്ങളിലും പക്ഷേ ചായക്കടലുകളൊക്കെ ചെന്നാൽ തന്നെ ആദ്യം പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പറച്ചിൽ വേണ്ട എന്നാണ് ആദ്യം പറയുന്നതല്ലേ. പക്ഷേ എത്രയോ ചായക്കടകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ചായ കുടിക്കുന്ന കപ്പിൽ തന്നെ രാഷ്ട്രീയം പറയുന്ന ചായക്കട ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിനടുത്താണ് അത്തരം ചായക്കടയുള്ളത്. എന്തായാലും ജോസേട്ടൻ്റെ ചായക്കടയിലെ ആ രാഷ്ട്രീയ വിശേഷം നമുക്ക് നോക്കാം. ജോസേട്ടന്റെ മിൽക്കി ബാർ എന്ന ഈ കൊച്ചു ചായക്കടയിലെത്തി ഒരു ചായയ്ക്ക് ഓർഡർ ചെയ്യുക. ഇടതു സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന്റെ ചിഹ്നം പതിച്ച കപ്പിൽ ചായ നിങ്ങൾക്ക് മുന്നിൽ റെഡി. ചൂടുള്ള ചായ ഊതി കുടിച്ച് അല്പം രാഷ്ട്രീയവുമാകാം. പാലായിൽ നിന്നും 3 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് സ്ഥിരതാമസമാക്കിയയാളാണ് ജോസേട്ടൻ. ഈ ചായക്കപ്പിന് പിന്നിലെ കാരണം ഇടത് രാഷ്ട്രീയത്തോടുള്ള താല്പര്യം മാത്രമല്ല. എന്നോടിടയ്ക്ക് പ്രദീപൊക്കെ ഇവിടെ സഭയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് നല്ല കണക്ഷനാണ്. ആ ബന്ധം ഇപ്പം പ്രദീപ് വളർന്നിപ്പോൾ ഒരു MLA ആയി, ഇനി ഒരു MP ആയി കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു നല്ലൊരു ഐഡിയ നിലയിലാണ് ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തത്. 25 വർഷത്തിലേറെയായി ജോസേട്ടൻ ഈ കട നടത്തുന്നു. കപ്പ് LDFന്റെ ആണെങ്കിലും ചായ കുടിക്കാനെത്തുന്ന കോൺഗ്രസുകാരും BJPക്കാരും പരിഭവം കാണിക്കാറില്ല. ഈ ചായക്കപ്പിലെ രാഷ്ട്രീയം അവർക്കും പിടിച്ചിട്ടുണ്ട്. ഏതായാലും പ്രദീപേട്ടന്റെ കപ്പിൽ ചായ കുടിക്കാനായി. ഇനി രാഘവേട്ടന്റെ കപ്പിൽ എന്നാണ് ചായ കുടിക്കാനാവുക എന്നുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ. ജയ്സൽ ബാബുവിനൊപ്പം PL കിരൺ, മീഡിയ 1 കോഴിക്കോട്.